എല്ലാവരും ആറ്റുകാൽ പൊങ്കാല ആഘോഷിക്കുകയാണല്ലോ. ഈ സമയത്ത് പൊങ്കാലയെക്കുറിച്ച് ചിലത് പറയാം എന്നാണ് കരുതുന്നത്. പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാലയെ കരുതപ്പെടുന്നത്. അന്നപൂർണേശ്വരിയായ ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല. പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. പൊങ്കാലയ്ക്ക് മുൻപ് ഒരു ദിവസമെങ്കിലും വ്രതം നോറ്റിരിക്കണം. കൂടാതെ ദിവസത്തിൽ 2 നേരം കുളിച്ച് ശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതമെടുക്കാൻ. അതിനു പുറമെ പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ. പൊങ്കാലയ്ക്ക് മുൻപ് കഴിവതും ക്ഷേത്ര ദർശനമുണ്ട്. പൊങ്കാല ഇടുവാൻ അനുവാദം ചോദിക്കുന്നതായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്ന ചടങ്ങുണ്ട്. തൂശനിലയിൽ അവിൽ, മലർ, വെറ്റില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കുന്നു. പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ മൺകലം ശരീരമായി സങ്കല്പിച്ച് അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അതിൻ്റെ അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പായസമായി മാറുന്നു എന്നുമാണ്. ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അടുപ്പ് രാജാവിൻ്റെ പ്രതീകമാണ്. അതിലാണ് തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കുകയുള്ളൂ. പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ എന്നും ഉണ്ട്. നിവേദ്യം തയ്യാറായതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തെളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു. ഉണക്കലരിയും തേങ്ങയും ശർക്കരയും പുത്തൻ മൺകലത്തിൽ വെച്ച് തീ പൂട്ടിയാണ് പൊങ്കാല തയ്യാറാക്കുന്നത്. വെറും തറയിൽ അടുപ്പും കൂട്ടി അതിൽ മൺകലം വെച്ച് ശുദ്ധത്തിൽ പൊങ്കാല പായസം തയ്യാറാക്കുന്നു. സാധാരണ വഴിപാടായ ശർക്കര പായസത്തിന് പുറമെ ഭദ്രകാളിക്ക് ഏറ്റവും പ്രധാനമായ കടും പായസം, വെള്ളച്ചോറ്, വെള്ളപ്പായസം, വഴന ഇലയിൽ ഉണ്ടാക്കുന്ന തെരളി എന്ന അട, പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പുട്ട് എന്നിവയും പൊങ്കാല ദിനം തയ്യാറാക്കുന്ന നിവേദ്യങ്ങളാണ്.